ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനലിലേക്ക് മാത്രമല്ല, അമേരിക്കയ്ക്കും എല്ലാവർക്കും സ്വാഗതം. എത്ര കാലത്തേക്കാണെന്ന് അറിയില്ല, അമേരിക്കയിലെ വ്ളോഗായിരിക്കും. എന്നാൽ കഴിയുന്നത് ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നോക്കാം. കഴിഞ്ഞ വീഡിയോ ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ നമ്മൾ US കാലുകുത്തി. ഇപ്പോൾ ലഗേജിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഹാർട്ട്ഫോർഡിലാണ് കേട്ടോ നമ്മൾ എത്തിയത്. ഞങ്ങൾ നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ് കേട്ടോ. മാരിയറ്റിലാണ് നമ്മൾക്ക് റൂം കിട്ടിയിട്ടുള്ളത്. ഇനി 15 ദിവസം ഞങ്ങൾ ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണൊക്കെ നിർബന്ധമാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കിച്ചണാണ്, ഒരു സ്റ്റുഡിയോ റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കിച്ചണിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. മൈക്രോവേവും ഫ്രിഡ്ജും പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട പാത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആകെ ഒരു കുറവുണ്ടായിരുന്നത് കെറ്റിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ബാക്കിയെല്ലാം ഒരുവിധം സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കയറി വരുന്നിടത്ത് നമുക്ക് ഇരിക്കാനുള്ള സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടേബിള്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. വർക്ക് ചെയ്യാൻ പറ്റിയ ടേബിളും ചെയറും ഉണ്ടായിരുന്നു. പിന്നെ നേരെ ഒരു TV-യും ബെഡുമാണ് ഉണ്ടായിരുന്നത്. നമുക്കിതാ ഇവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ TV കണ്ടിരിക്കാം. നമ്മുടെ ബെഡിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് വാഷ് ബേസിനൊക്കെ വരുന്നത്. ഇതാ വലിയൊരു മിററുണ്ട്. എത്ര നേരം വേണമെങ്കിലും ഇവിടെ നിന്ന് ഒരുങ്ങാം. പിന്നെ ഡ്രസ്സൊക്കെ വെക്കാനുള്ള ഒരു കബോർഡ് ഉണ്ടായിരുന്നു അപ്പുറത്ത്. പിന്നെ ഇതാ നമ്മുടെ ടോയ്ലറ്റ്. പിന്നീട് അന്നത്തെ വീഡിയോസ് ഞങ്ങൾ എടുത്തില്ല, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് പുറത്തുനിന്നാണ് പോയി കഴിച്ചത്. പോയിട്ട് ഞങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അല്ലേ ഉണ്ണി? യെസ്, ഫുഡ് കഴിച്ചു തരാം. എന്തൊക്കെ ഉണ്ടാവും കാണിച്ചു തരാം അവിടെ പോയിട്ട്. പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഗൈസ്. കോഫി ഉണ്ട്. ഇവിടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരിക്കും. നമുക്കത് ഡെയിലി കഴിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഈ 15 ദിവസം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ കഴിക്കാൻ പോയത് അന്ന് രാവിലെ മാത്രമാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ രാവിലെ എടുത്തു വീഴുന്നല്ലാതെ നമ്മൾ കഴിക്കാനേ പോയിട്ടില്ല. പാൻ കേക്കും കുറച്ച് മുട്ട ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് പുറത്ത് പോയി കഴിക്കുകയാണ്. ഒരു ദോശ ഹട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിവിടെ ഇരിക്കാനൊന്നും വന്നിട്ടില്ല. ഇനി നമ്മൾ പുറത്തേക്ക് പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലത്തെ ഫുഡ് ശരിയാവുന്നില്ല. അപ്പം ഞങ്ങളിവിടെ ഒരു ദോശ ഹട്ട് ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ കട. അവിടെ പോയിട്ട് ദോശ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മറ്റേ ഈസ്റ്റേണിൻ്റെ ദോശപ്പൊടി ഇല്ലേ, അത് കലക്കി നോക്കി. മിക്സി ഇല്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും അരയ്ക്കാൻ വഴിയില്ലല്ലോ. എന്നിട്ട് ഈസ്റ്റേണിൻ്റെ ദോശപ്പൊടി കലക്കി നോക്കി, പക്ഷേ എനിക്കത് ശരിയായില്ല. ദോശയ്ക്കായി വന്നു, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നണം ഇനിയിപ്പോൾ ഇവിടെ പുളിക്കാഞ്ഞിട്ടാണോ, തണുപ്പല്ലേ, അപ്പോൾ ചിലപ്പോൾ മാവ് പുളിക്കാഞ്ഞിട്ടായിരിക്കാം ആ ടേസ്റ്റ് കിട്ടാത്തത്. ഞാൻ വേറൊരു ദിവസം ശരിക്കും അത് പരീക്ഷിച്ചിട്ട് നല്ലതാണോ അല്ലേന്നും പറഞ്ഞുതരാം. ഇപ്പോൾ ഞങ്ങൾ കടയിൽ പോയിട്ട് അവിടെ നിന്ന് കാണിച്ചു തരാം. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇങ്ങനെയാണ്. ഇവിടുത്തെ റോഡുകൾ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ, റെസിഡൻസ് ഇൻ മാരിയറ്റ്. നമ്മളിവിടെ ദോശ ഹട്ടിലെത്തി. അകത്ത് പോയി നമുക്ക് നല്ല ദോശ ഓർഡർ ചെയ്യാം. ഉണ്ണിക്ക് ദോശ കഴിക്കണോ? നോ. പിന്നെന്താ ഉണ്ണിക്ക് വേണ്ടേ? ചിക്കനോ? ഉണ്ണി എന്തൊക്കെയാ ഉണ്ണിക്ക് ഓർഡർ ചെയ്തന്നെ? ഉണ്ണിക്ക് ഗീ റോസ്റ്റ്, വട, പ്രജണ്ണും വെൺപൊങ്കൽ.
അല്ലേ? പ്രജേട്ടൻ്റെ മുഖത്തൊരു സന്തോഷം. വെൺപൊങ്ങൽ ഉണ്ണി വായ പൊളിച്ച് ദോശ ഇട്ടിട്ട് കഴിക്കടാ. ഓക്കെ ഒരു മസാല ടീയും കൂടി കുടിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. ദോശ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ അത് പാർസൽ ചെയ്യും. പോവണേ. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പാർട്ട്മെൻറ്റ് തപ്പാനാണ് കേട്ടോ. നമുക്ക് 15 ദിവസമാണ് ഹോട്ടലിൽ താമസിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കണ്ടേ താമസിക്കണമെങ്കിൽ. അപ്പോൾ പ്രജയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് വിഘ്നേഷ്. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 2 മണിക്കൂറുണ്ട് കേട്ടോ അവരുടെ വീട്ടിലേക്ക്. എന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അത് ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായി. കാരണം വന്ന സമയത്ത് നമുക്ക് ആരെയും ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഒരാൾ കൂടെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങൾ. പിന്നെ കാനഡയിൽ ഞങ്ങൾ ഒരു 2.5 വർഷം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വലിയൊരു ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. ഈ അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കലായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ തലവേദന. എത്ര അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ പോയി കണ്ടു എന്ന് പറയാൻ പറ്റില്ല. ഈ അപ്പാർട്ട്മെൻറ്റൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് പോയി കണ്ടതാണ്. ഇവിടെ ഒന്നും ഞങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല ഒന്നും. പിന്നെ ഇപ്പം നമ്മൾ വന്ന അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റുഡിയോ റൂം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു റൂമെങ്കിലും ഉള്ളതല്ലേ നമുക്ക് കൂടുതൽ സൗകര്യം. അതുകൊണ്ട് ഇവിടെയും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അവൈലബിൾ ആയിരുന്ന അപ്പാർട്ട്മെന്റുകളാണെങ്കിലോ വളരെയധികം പഴയതും. നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ഈ താമസിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ അത് ബാധിക്കുന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ പഴയ അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമായി. പക്ഷെ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവിടുത്തെ മാനേജ്മെൻറ്റ് പോരാന്നുള്ളതാണ്. ഞങ്ങളന്ന് എത്ര അപ്പാർട്ട്മെൻറ്റാണ് പോയി കണ്ടതെന്നുള്ളതിനൊരു കണക്കില്ല. അവസാനം ഏത് തിരഞ്ഞെടുത്തു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇതൊന്ന് കാണാൻ നല്ലതായിരുന്നു. പക്ഷേ അവിടെ ഒന്നും അവൈലബിൾ ആയിരുന്നതുമില്ല. അവിടുത്തെ റെൻറ്റും കൂടുതലായിരുന്നു. ഈ പരിപാടികളൊന്നും നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലും അടുത്ത ലക്ഷ്യം എന്താ? ഫുഡടി. അങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. മിഴി അവിടെ എത്തിയപ്പോഴേക്കും പകുതി ഉറക്കത്തിലായിരുന്നു. കുറച്ച് ലേറ്റായി ഞങ്ങൾ എത്തിയപ്പോൾ. ഒരു ജയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. അവിടുത്തെ ഫുഡ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇവിടെ വന്ന് കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അവിടുത്തെ ആയിരുന്നു. എല്ലാം നല്ലതായിരുന്നു. ആ 65ഉം പിന്നെ ആ പൊറാട്ട പോലത്തെ ബീച്ച് പൊറാട്ട ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതും ബിരിയാണിയും എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ബൗളിങ്ങിനാണ്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ബൗളിംഗ് എന്ന് പറയുന്നത്. അത് വിഘ്നേഷാണ് പറഞ്ഞത് നമുക്കിങ്ങനെ പോവാന്നുള്ളത്. അപ്പം ഞാൻ ഇത്ര അടിപൊളി എക്സ്പീരിയൻസ് ആവുമെന്നൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ 3 പേരാണ് കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഷൂസൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ 3 ആളുടെയും പേര് അവിടെ ബോർഡിൽ റെഡിയാക്കണം. എന്നിട്ട് വേണം നമ്മുടെ കളി തുടങ്ങാൻ. എൻ്റെ ഷൂ ഇതാണ്. ഇത് ഞാൻ മാറ്റാൻ പോവുകയാണ്.
താഴെ. യെസ്, സൂപ്പർ. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ നിരാശയോടെ മടങ്ങി. നമ്മളിത് ടി വിയിലൊക്കെ കണ്ട പരിചയമല്ലേ ഉള്ളൂ, ആദ്യമായിട്ടല്ലേ ആ ബൗളെ കയ്യിലെടുക്കുന്നത്. ഓവർ കോൺഫിഡൻസോടെ ഒരാൾ പോകുന്നുണ്ട്. ഓവർ കോൺഫിഡൻസ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നീ പോട്ട് പോയിപ്പോ. ഒരാൾക്ക് 2 ഇതാണ്. அப்போ அதுல எது பெஸ்ட்டோ அதுதான் வருமோ? Oh my god! ஐயோ! எவ்வளவு வருது? 8ஆ? அது கரெக்ட். ஆனா இப்போ மிஸ் ஆயிடுச்சுல. மாதிரி கடை 8 பாயிண்ட். கேவலமா விளையாண்டுட்டு இருக்கேன். അടുത്തത് ஓ, നല്ല പരിചയം ഉണ്ടാവും കേട്ടോ കളിച്ചിട്ട്. ஆமாயா. சரி விடு, நானே ரெண்டேல കളിക്കാം. എന്നാ പോയിന്റ് ഓൾറെഡി 8 പോയിന്റ് ഇருக்கு. ഓക്കേവാ, ഞാൻ ഇപ്പോ കളിക്കാം. ഫൈനൽ റൗണ്ട്. ആർദ്രാസ് stands at 3rd position. Oh my goodness, only 1 point. Okay, 3 points. Oh, 5 points. 5 villages. Okay, go. 5 point. Okay, Adra retires from bowling. She stands at 3rd position. ആദ്യത്തെ റൗണ്ടിൽ പ്രചരണനെ ജയിച്ചു. അതുകൊണ്ട് ഞങ്ങൾ കളി കുറച്ചു നേരം മതിയാക്കിയിട്ട് മീക്കുട്ടിക്ക് എന്തെങ്കിലും കളിക്കാൻ കഴിഞ്ഞു. മീക്ക് വേണ്ടി വന്നിരിക്കുകയാണ്, അവൾക്ക് ഏതെങ്കിലും ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളൊരു 2 റൗണ്ട് കൂടി കളിക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം രാത്രി 9:30. നമുക്ക് 12 മണി വരെ ഇവിടെ ഇത് ഓപ്പൺ ആണ്. അതുവരെ എപ്പോൾ വേണമെങ്കിൽ കളിക്കാം. Wow. India first. I am winner is me. Winner is me. Okay, so the winner is Prajesh with 73 points.
Let's go. ഫോട്ടോ എടുക്കാം. ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തു 4 പേരുടെയും. பரவாயில்லடா. உன்னி இதா சூப்பர். Last match, Brajesh is on the top position continuously for the 3rd time, and again it's okay. So the winner is Brajesh. Okay guys, don't worry, it's all part of game. എന്തൊക്കെയായിരുന്നാലും അടിപൊളി രാത്രിയായിരുന്നു. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തൊരു രാത്രി കൂടിയായിരുന്നു. അടുത്ത കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി കാണുന്നത് വരേക്കും ബൈ.